എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷം ആ കാര്യത്തിൽ പിന്നീട് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കവറപ്പ് ഓപ്പറേഷൻ നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കുകയും അതിശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ആളെ എന്തുകൊണ്ട് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? അപ്പോൾ ഈ അറസ്റ്റുകളൊക്കെ തടയുന്നതിന് വേണ്ടി ചർച്ചയെ സജീവമാക്കി നിർത്തുന്നതിനും മറ്റൊരു ഡയറക്ഷനിലേക്ക് ചർച്ചയെ വഴിതിരിച്ച് വിടുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള അറ്റംപ്റ്റ് ആണോ ഈ നടക്കുന്നത് എന്ന് ന്യായമായിട്ടുള്ള സംശയം ഉന്നയിക്കാൻ നമുക്ക് അധികാരമുണ്ട്. പാരലായി നടക്കുന്ന വിചാരണയെയും ചോദ്യം ചെയ്യലിനെയും ഈ കേസിന്റെ തുടക്കക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ. ഇതവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അന്വേഷണ സംഘം അതുപോലെ സൂക്ഷ്മമായി നടത്തുന്ന അന്വേഷണവുമാണ്. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് മാതിരി അന്വേഷണ സംഘം നീങ്ങുന്നില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന്റെ കുറ്റമല്ലല്ലോ. അന്വേഷണ സംഘത്തിന് അതിന്റെ മെറിറ്റ് അനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ആ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കൊടുക്കുന്നത് വരെ സംശയം ഉന്നയിക്കുന്ന കാര്യത്തിലൊക്കെ കാത്തു നിൽക്കാമല്ലോ. അതല്ലാതെ ഇപ്പോൾ കേരള സർക്കാർ പറയുന്നതോ പൊളിറ്റിക്കലായ ഡയറക്ഷൻ എടുത്തോ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണോ ഇപ്പോഴത്തെ SIT? നോക്കൂ, ഈ കാര്യത്തിൽ തന്ത്രിയുടെ അറസ്റ്റ് ശരിയല്ലെന്നല്ല പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ SIT രൂപീകരിച്ച അന്വേഷണം പോയിരുന്നതിന് ഒരു ലോജിക്കൽ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇതിൽ സ്വാഭാവികമായിട്ട് അടുത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാവുമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ CPMന്റെ ഒരു ഉന്നത നേതാവിലേക്ക് എത്തുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ അന്വേഷണം നിൽക്കുകയും പിന്നീട് അന്വേഷണം മരവിച്ച അവസ്ഥയിലാവുകയും ചെയ്തു. അന്വേഷണം മരവിച്ച അവസ്ഥയിലായി സ്റ്റാഗ്നേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് അതിരൂക്ഷമായിട്ട് ഇവരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. 6 ആഴ്ചത്തെ പിന്നീട് നീട്ടിക്കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ വരാൻ പോവുകയാണ്. ഇനി ഇപ്പോൾ ഇവിടെ കുറേ BJPയുടെ നേതാക്കന്മാർ അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തുവെന്നോ ശ്രീ സന്ദീപ് ബജസ്പതി തന്ത്രിയുടെ വീട് സന്ദർശിച്ചുവെന്നോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആരോപണങ്ങൾ ശ്രീ ജെയ്സി തോമസ് പറയുന്നത് കേട്ടു. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ശ്രീ പത്മകുമാർ ഇപ്പോഴും CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ? അദ്ദേഹം അറസ്റ്റിലായിട്ട് എത്ര ദിവസം കഴിഞ്ഞു? CPM അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയുടെ ഉള്ളിൽ നിലനിർത്തുകയും സംരക്ഷിക്കുകയല്ലേ CPM ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തെ തള്ളി പറയാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇത്രയോ കോടതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളല്ല, വിചാരണ നടത്തി കോടതി കുറ്റവാളികളാണെന്ന് കരുതി ശിക്ഷിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടില്ലേ? TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികളുടെ മകളുടെ കല്യാണത്തിലും പ്രതിയുടെ കല്യാണത്തിലും അവരുടെ പരോള് സംഘടിപ്പിക്കാനും ഒക്കെ മന്ത്രിമാരും സ്പീക്കറും ഉൾപ്പെടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആ കുറ്റത്തിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഇവിടെ ഈ സന്ദർശനം നടത്തിയിട്ടുള്ള വ്യക്തിയാവട്ടെ, പാർട്ടിയുടെ നേതാവാകട്ടെ, സംസ്ഥാന സമിതി ആവട്ടെ, ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നിലയ്ക്കുള്ള ഐക്യദാർഢ്യമോ ഒരു നിലയ്ക്കുള്ള പിന്തുണയും അവിടെ കൊടുത്തിട്ടില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് വസിക്കുന്ന അദ്ദേഹവുമായി നല്ല അടുപ്പവും ബന്ധമുള്ള ഒരു കുടുംബം, ഒരു പ്രമുഖമായിട്ടുള്ള കുടുംബം, ആ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനും അവരെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. അതിന് അദ്ദേഹം പോകുന്നതും തിരിച്ചു വരുന്നതും മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ്. ആ ഘട്ടത്തിലൊന്നും മാധ്യമങ്ങൾക്കടുത്തൊന്നും അദ്ദേഹം ഈ പറയുന്ന അറസ്റ്റിനെതിരായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇതിൽ അന്വേഷണത്തിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശ് അതേപോലെ തന്നെ ആന്റണി ഇവർ രണ്ടുപേരെയും SIT ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ലേ? ഈ കാര്യത്തിൽ എന്താണ് SIT പിന്നീട് മുന്നോട്ട് പോവാതിരുന്നത്? ഈ പറയുന്ന വസതിയിലെത്തി 2 തവണ സന്ദർശനം നടത്തി. കേട്ടില്ല. ഇനി അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. തന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT ചോദ്യം ചെയ്യലും അറസ്റ്റും ഒക്കെ നിർത്തി എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അവർ പിന്നീട് ഒരു ഘട്ടത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയമായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയാണ്. ആ പ്രശ്നം CPMന് വലിയ ഡാമേജ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായപ്പോൾ ഇതിൽ ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുന്ന ആരാണ്? വിശ്വാസി സമൂഹമാണ്. വിശ്വാസി സമൂഹത്തെ തന്നെ മാനസികമായിട്ട് ഇങ്ങനത്തെ ഒരു സംഘർഷത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ്. UDFിലുള്ളത് ഇനി അങ്ങോട്ട് വരാനിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാവുമ്പോൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ായിരിക്കും അടൂർ പ്രകാശിനെയോ ആന്റണിയോ പോലെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് അന്വേഷണത്തിലുമായി സഹകരിക്കാൻ വേണ്ടി നോട്ടീസ് അയക്കുന്നത് ആ ഘട്ടത്തിലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ ടേൺ ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് CPM നേതാക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളെ അവസാനിപ്പിക്കുന്നതിനും ഈ വിഷയത്തിനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുന്നതിനും വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു അങ്ങനെ അന്വേഷണ സംഘത്തിന് പൊളിറ്റിക്കൽ ടേൺ എടുക്കാൻ അനുവദിക്കുകയാണോ കേരള ഹൈക്കോടതി? കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മെറ്റിക്കുലസ് ആയി ഫോളോ ചെയ്യുന്ന കേസാണ്. എല്ലാ
ടേണിലും അവർക്ക് കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് കിട്ടണം. അത് വിലയിരുത്തിയതിന് ശേഷമാണ് അടുത്ത നടപടി. ഇങ്ങനെ ഒരു ഹൈക്കോടതി 2 ജഡ്ജിമാർ ഇത്രയും സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേസിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ കോടതി അവർക്ക് സമയം കൊടുക്കുകയാണെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ പൊളിറ്റിക്സ് അനുസരിച്ചിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചോളൂ, നെറേറ്റീവ് ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ പറയാൻ സംവിധാനം ഒരുക്കി കൊടുക്കുന്ന ഏർപ്പാടാണോ കോടതി എന്ന് പറയുന്നത്? നോക്കൂ, കോടതിക്ക് ഈ കാര്യങ്ങളിൽ ഒരു പരിമിതിയുണ്ട്. കോടതിക്ക് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ള തെളിവുകളുണ്ട്, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ ആദ്യം മറ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യൂ, നിങ്ങൾ ആദ്യം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ കോടതിക്ക് സാധിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ നിയമത്തിലുള്ള ഈ സാങ്കേതികതയുടെ സൗകര്യത്തെ എങ്ങനെയാണ് അതിവിദഗ്ധമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കാണുന്നത്. ഈ കാര്യത്തിൽ SIT ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായ സമയത്ത് തന്നെ BJP ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം ഇതാണ്. ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്ന് BJP പറയാനുണ്ടായിരുന്ന കാരണം എന്താണ്? കാരണം ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണെന്നിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ ഏതെങ്കിലും നിലയിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന ആശങ്ക ഞങ്ങൾ ആദ്യമേ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആശങ്ക ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലുള്ള ഒരു പൊളിറ്റിക്കൽ ടേൺ ആണ് ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ പറയും ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു പ്രതിക്ക് വേണ്ടി ഞങ്ങൾ ന്യായീകരിക്കുക, ആ പ്രതി അറസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ഈ അന്വേഷണം നവംബർ 18 വരെ പോയിരുന്ന ഡയറക്ഷനിൽ നിന്ന് പിന്നീട് എന്തുകൊണ്ട് ആ ഡയറക്ഷനിൽ മുന്നോട്ട് പോകുന്നില്ല? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷം ആ കാര്യത്തിൽ പിന്നീട് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കവറപ്പ് ഓപ്പറേഷൻ നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ മുൻകൂർ ജാമ്യഹർജി നിഷേധിക്കുകയും അതിശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ആളെ എന്തുകൊണ്ട് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? അപ്പോൾ ഈ അറസ്റ്റുകളൊക്കെ തടയുന്നതിന് വേണ്ടി ചർച്ചയെ സജീവമാക്കി നിർത്തുന്നതിനും മറ്റൊരു ഡയറക്ഷനിലേക്ക് ചർച്ചയെ വഴിതിരിച്ച് വിടുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള അറ്റംപ്റ്റ് ആണോ ഈ നടക്കുന്നത് എന്ന് ന്യായമായിട്ടുള്ള സംശയം ഉന്നയിക്കാൻ നമുക്ക് അധികാരമുണ്ട്. പിന്നെ സജീവൻ പറഞ്ഞ PK സജീവൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരു വാചകത്തിൽ ഞാൻ മറുപടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കൂ, ഈ സാമുവൽ മെറ്റേറിന്റെ പുസ്തകം നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം മലയരയ വിഭാഗത്തിന് ശബരിമലയിലെ താന്ത്രികാധികാരങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നില്ല. ഈ പറയുന്ന സാമുവൽ മെറ്റേർ എന്ന് പറയുന്നത് ചരിത്ര പണ്ഡിതനോ ആന്ത്രപ്പോളജിസ്റ്റോ ഒന്നും അല്ല, കേരളത്തിലെ ട്രൈബുകളെയും കാസ്റ്റുകളെയും പറ്റി പഠിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതപ്രചാരകനായിരുന്നു, ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു. റെവറൻഡ് സാമുവൽ മെറ്റേർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ ഭാഗത്ത് നടത്തിയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ പ്രോഗ്രസിനെ സംബന്ധിച്ച് എഴുതുന്ന പുസ്തകമാണ് ഈ നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ. അതിൽ മലയരയ വിഭാഗത്തെ പറ്റി പറയുന്ന ഭാഗം പ്രോലിറ്റൈസേഷൻ ഓഫ് മലയരയാസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മലയരയ വിഭാഗത്തെ മതം മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അദ്ദേഹം പറയുന്നത് താലനാനി മലയരയൻ എന്ന് പറയുന്ന ആള് ശബരിമലയിലെ ഒറാക്കളായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വേറെ ആളാണ്, അത് ഇദ്ദേഹമല്ല. പ്രദേശത്തെ നമ്മുടെ കേരളത്തിന്റെ തദ്ദേശീയ ജനതയുടെ ചരിത്രം എഴുതിയതാണ് സാമുവൽ മെറ്റേർ. അത് ശ്രീമാൻ ശംഖു പഠിക്കാത്ത കൊണ്ടാണിത് ഇങ്ങനെ പറയുന്നത്. നന്നായിട്ട് വായിക്കണം താങ്കൾ. ശരി അങ്ങ് നന്നായി വായിക്കുന്ന ആളാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങ് 18-ാം പടിയുടെ ഏറ്റവും അവസാനത്തെ പടിയുടെ താഴെ താലനാനി മലയരയൻ വക എന്ന് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പ്രസംഗിച്ചത്. ഇത് ഒറ്റ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നും അവസാനത്തെ പടി തിരിച്ചിടാൻ പറ്റില്ല എന്നും ഉള്ള ധാരണ സംസാരിക്കാലോ. താലനാനി മലയരയൻ എന്ന് പറയുന്ന ആള് ശബരിമലയിലെ ഒറാക്കളായിരുന്നു എന്നാണ് സാമുവൽ മെറ്റേറുടെ പുസ്തകത്തിൽ പറയുന്നത്. ഈ താലനാനി മലയരയൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പറയുന്നു 1871 മുതൽ 1893 വരെയുള്ള പീരീഡിൽ ഈ മലയരയ വിഭാഗം മുഴുവൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം അവർ താലനാനി മലയരയിൽ ഉപയോഗിച്ചിരുന്ന വാളും ചിലങ്കയും ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും പ്രോലിറ്റൈസ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ശബരിമലയുമായി വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം മലയരയ ചെയ്തതിനെ തുടർന്നാണ് താങ്കൾക്ക് എന്തെങ്കിലും നിയമപരിജ്ഞാനം ഉണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. പറയുന്നത് മലയരയ സമുദായത്തിൽ എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ടോ? ശരി, അല്ല ഇനിയിപ്പോ ശങ്കുട്ടിദാസ് അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമല്ലോ. ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് താങ്കൾ വായിച്ചിട്ടുണ്ടോ? ശരി, അല്ല ഇപ്പൊ നമ്മുടെ ചർച്ചയുടെ
ഫോക്കൽ പോയിന്റ് അതല്ലല്ലോ. താങ്കൾ ഞാൻ baseless ആ ആയിട്ടുള്ള പുസ്തകം ആരോപണങ്ങൾ വായിച്ചിട്ടുണ്ട്. ഉന്നയിക്കുന്നത്. ഈ പ്രോളിറ്റൈസേഷൻ ഓഫ് മലേറിയ അല്ലല്ല, focal point അതല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരി, ഓക്കെ, അല്ല ഇനിയിപ്പോ നമ്മള് എന്തായാലും ഈ ചർച്ച ഈ കാര്യത്തിൽ ഈ ശബരിമലയുടെ ഐതിഹ്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ചോ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പൊ നമുക്കില്ലല്ലോ. മനഃപൂർവ്വം ഇടപെട്ട അലങ്കോലമാണ് സൃഷ്ടിക്കുന്നത്. ശരി. താങ്കളുടെ താല്പര്യം എന്താണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ശരി, ഞാൻ ഈ ഓക്കെ, ഓക്കെ, അല്ല, ഇതല്ലല്ലോ നമ്മുടെ കാര്യം വിഷയം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഉന്നയിക്കുന്ന നരേറ്റീവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കി. ചരിത്രബോധം ശരി 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 ഓക്കെ 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 ഞാൻ വരാം.